ഹായ് ഗായ്സ്, ഇന്നൊരു യാത്രയിലാണ്. ഇന്ന് ഞങ്ങൾ പോർച്ചുഗലിലുള്ള ഒറേം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കാരണം ഷഹാമിന്റെ റെസിഡൻസ് കാർഡ് റിന്യൂവൽ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് അവിടെയാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ തന്നെ കാലാവസ്ഥ അല്പം മങ്ങിയതായിരുന്നു. ചെറുതായി മഴയും ഫോഗും എല്ലാം നിറഞ്ഞ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ യാത്രയുടെ തുടക്കം കുറച്ച് ബോറിംഗ് ആയിരുന്നെങ്കിലും പോർച്ചുഗലിൽ തന്നെ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു പുതിയ സ്ഥലമല്ലേ ഒറേം, അത് കാണാമല്ലോ എന്നൊരു ചെറിയ എക്സൈറ്റ്മെന്റ് ഉള്ളിലുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി കോഫിയൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു നൊസ്റ്റാൾജിയ. ചുറ്റും പച്ചപ്പും മൂടൽമഞ്ഞും വളവുകളുള്ള റോഡും എല്ലാം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ച് വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് പോലൊരു ഫീൽ. അങ്ങനെ ഞങ്ങൾ ഒറേം എത്തി. ഐമയുടെ ഓഫീസൊക്കെ കണ്ടുപിടിച്ചു. അവിടെ കുട്ടികളുടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഐമയിലെ പ്രോസസ് ഒക്കെ തീർത്ത ശേഷം ഞങ്ങൾ ഒറേമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ചെറിയൊരു സ്ഥലമാണ് ഇത്. പിന്നെ അവിടുത്തെ പാർക്കിലൊക്കെ കൂടി ഒന്ന് നടന്നതിന് ശേഷം ഞങ്ങളുടെ യാത്ര ഏറെ പ്രസിദ്ധമായ ഫാത്തിമ എന്ന പട്ടണത്തിലേക്കായിരുന്നു. ഇവിടെയാണ് ലോക പ്രസിദ്ധമായ സാങ്ച്വറി ഓഫ് അവർ ലേഡി ഓഫ് ഫാത്തിമ എന്ന ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനവധി തീർത്ഥാടകർ എത്തുന്ന വിശ്വാസവും പ്രാർത്ഥനയും സമാധാനവും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രത്യേക ഇടം തന്നെയാണ് ഈ ചർച്ച്. ഞങ്ങൾ ആദ്യം പോയത് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ റോസറിയിലേക്കാണ്. അകത്ത് കയറിയപ്പോൾ തന്നെ പറയാൻ വാക്കുകളില്ല. ഇവിടുത്തെ ആർക്കിടെക്ചർ, സൈലൻസ്, ലൈറ്റ് എല്ലാം ചേർന്ന് ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു നല്ല ഫീലാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ മൈൻഡ് ഫുൾ റിലാക്സ് ആകും. ഫുൾ ഒരു പോസിറ്റീവ് ഫീലാണ്. ഫാത്തിമ ചർച്ച് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല. അവിടെ എത്തുന്ന നിമിഷം മുതൽ ഒരു നിശബ്ദതയും സമാധാനവും നമുക്ക് ഫീൽ ചെയ്യും. ഫാത്തിമ ചർച്ചിന്റെ ഏറ്റവും സ്പെഷ്യലായ കാര്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും ആളുകൾ ഇവിടെ എത്തുന്നത് ഒറ്റ ഒരു റീസൺ കൊണ്ടാണ്. അവർ ലേഡി ഓഫ് ഫാത്തിമയുടെ ദർശന ചരിത്രം. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയെന്ന് കാണണേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ മാഗ്ഡിയിലോട്ടാണ് പോയത് കേട്ടോ. കാരണം നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഓരോ ബർഗറൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. പോകുന്ന വഴിയിൽ ഷഹാം പറഞ്ഞു അവന്റെ പഴയ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണണം, പഴയ സ്കൂളിലൊന്ന് പോകണമെന്ന്. അങ്ങനെ അവനെ സ്കൂളിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ കോണ്ടിനെന്റിലോട്ട് പോയേ. കോണ്ടിനെന്റ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. അവിടുന്ന് കുറച്ച് സാധനവും മേടിച്ചതിന് ശേഷം ഷഹാമിനെയും തിരികെ കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി.